ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നിങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവ് ചെയിനും സ്പ്രോക്കറ്റും ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ 4 10 മില്ലിമീറ്റർ ബോൾട്ടുകൾ ഊരിയതിന് ശേഷം ചെയിൻ കവറും ആദ്യം തന്നെ ഊരി മാറ്റണം. ഒരു 10 മില്ലിമീറ്ററിൻ്റെ ടീ സ്പാനർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ വരുന്ന ചെറിയ സ്പ്രോക്കറ്റ് ഊരിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ സ്പ്രോക്കറ്റ് കവർ ഊരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ 2 8 മില്ലിമീറ്റർ ബോൾട്ടുകൾ നമുക്ക് ഊരിയെടുക്കണം. ഇതിനു വേണ്ടി ഒരു 8 മില്ലിമീറ്ററിൻ്റെ ടീ സ്പാനർ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഡ്രൈവ് ചെയിൻ്റെ ലോക്കിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. ഡ്രൈവ് ചെയിൻ്റെ ലോക്കിന് ഒരു പ്രത്യേകതരം ഷേപ്പായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നതാണ്. ചെയിൻ ലോക്ക് ഊരിയെടുക്കുന്നതിന് വേണ്ടി ഒരു പ്ലെയർ എടുത്തതിന് ശേഷം അതിൻ്റെ ഈ കാണുന്ന എഡ്ജ് ഭാഗം ചെയിൻ ലോക്കിൻ്റെ ഈ അറ്റത്തും ഈ കാണുന്ന ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ പ്രൊജക്ഷനിലും വെച്ച് പ്രസ് ചെയ്താൽ മതിയാകും. ലോക്ക് മെല്ലെ ഇളക്കി വെച്ചതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അതിൻ്റെ ഇടതുഭാഗത്ത് ഇതുപോലെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ ലോക്ക് അനായാസേന ഇതുപോലെ ഊരിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇന്നർ ലോക്ക് പ്ലേറ്റ് ഇതുപോലെ വലിച്ചൂരിയെടുക്കാം. ഇനി ഇതുപോലെ മെല്ലെ പ്രസ് ചെയ്താൽ നമുക്ക് ചെയിൻ വേർപെടുത്തിയെടുക്കാവുന്നതാണ്. ഡ്രൈവർ സ്പ്രോക്കറ്റ് ഊരിയെടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ കറക്കം ഒഴിവാക്കാനായി വണ്ടി ഗിയറിലിട്ട് വെച്ചാൽ നന്നായിരിക്കും. ഇനി ഒരു 10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് ഈ 2 ബോൾട്ടുകൾ നമുക്ക് ഊരിയെടുക്കണം. ഇനി നമുക്ക് ഡ്രൈവർ സ്പ്രോക്കറ്റിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഈ ലോക്ക് പ്ലേറ്റ് ഊരിയെടുക്കാവുന്നതാണ്. ഡ്രൈവർ സ്പ്രോക്കറ്റ് ഇനി ഇതുപോലെ പ്രസ് ചെയ്ത് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. ബാക്ക് വീലിൽ വരുന്ന വലിയ സ്പ്രോക്കറ്റ് ഊരിയെടുക്കുന്നതിന് മുൻപായി നമുക്ക് ചെയിൻ അഡ്ജസ്റ്ററിൻ്റെ നട്ട് പൂർണ്ണമായും റിലീസ് ചെയ്ത് വെക്കാം. ഒരു 12 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് റിലീസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അതുപോലെ തന്നെ വണ്ടിയുടെ വലതുഭാഗത്ത് വരുന്ന ചെയിൻ അഡ്ജസ്റ്ററിൻ്റെ നട്ടും നമുക്ക് പൂർണ്ണമായി റിലീസ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ബ്രേക്ക് പാനലിൽ നിന്നും ടോർക്ക് ലിങ്ക് റോഡ് ഡിസ്കണക്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരു 12 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ഈ നട്ട് ഊരിയെടുക്കാം. നട്ടിന് ശേഷം വരുന്ന ഈ വാഷർ ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് പാനലിൽ നിന്നും ഈ റോഡ് പ്രസ് ചെയ്ത് ഇങ്ങനെ വേർപെടുത്തിയെടുക്കാം. ഇനി നമുക്ക് ബ്രേക്ക് റോഡിൽ നിന്നും ഈ 14 മില്ലിമീറ്റർ ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് നട്ട് ഊരിയെടുത്തതിന് ശേഷം ബ്രേക്ക് റോഡ് നമുക്ക് ബ്രേക്ക് ആമിൽ നിന്നും വേർപെടുത്തിയെടുക്കണം. വീൽ ആക്സിൽ ഊരുന്നതിന് വേണ്ടി ഈ ആക്സിൽ നട്ട് ഒരു 19 മില്ലിമീറ്റർ റിംഗ് സ്പാനർ ഉപയോഗിച്ച് നമുക്ക് അഴിച്ചെടുക്കണം. ആക്സിൽ നട്ടിന് ശേഷം ചെയിൻ അഡ്ജസ്റ്ററും നമുക്ക് എടുത്തു മാറ്റാം. വീൽ ആക്സിലിൻ്റെ അറ്റത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഊരിയെടുക്കാൻ എളുപ്പമുണ്ടാകും. ആക്സിൽ ഊരിയെടുക്കുന്നതോടെ നമുക്ക് ഈ ബുഷും ഊരിയെടുക്കാവുന്നതാണ്. വണ്ടിയുടെ ഇടതുഭാഗത്തിലൂടെ നമുക്ക് ഇനി വീൽ ആക്സിൽ പൂർണ്ണമായും ഊരിയതിന് ശേഷം വീൽ ഇളക്കി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഡ്രിവൻ ഷാഫ്റ്റ് ഊരിയെടുക്കണം. അതിനുവേണ്ടി ഒരു 23 മില്ലിമീറ്റർ സ്പാനർ ഉപയോഗിച്ച് ഈ സ്ലീവ് ആക്സിൽ നട്ട് നമുക്ക് ഊരിയെടുക്കാനുണ്ട്. സ്ലീവ് ആക്സിൽ നട്ട് പൂർണ്ണമായും ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഭാഗത്ത് വരുന്ന ചെയിൻ അഡ്ജസ്റ്റർ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഡ്രിവൻ സ്പ്രോക്കറ്റ് ഇതുപോലെ ഊരിയെടുക്കാം. ഊരിയെടുത്ത വീൽ ഇതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ 4 പ്രൊജക്ഷനുകൾ ഡാംബർ ബുഷിൻ്റെ ഈ 4 ഹോളിനുള്ളിൽ വരുന്ന രീതിയിൽ നമുക്ക് പ്രസ് ചെയ്ത് കയറ്റി വയ്ക്കാം.
ഒരു 12 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റ് മെൽറോഡുമോ അല്ലെങ്കിൽ 12 മില്ലിമീറ്റർ റിംഗ് സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡ്രിവൻ സ്പ്രോക്കറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന 4 സ്റ്റഡ് നട്ടുകൾ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കണം. അത്യാവശ്യം നല്ല ടോർക്കിൽ ടൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു ഹെക്സ് സോക്കറ്റ് മെൽറോഡും ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അതുപോലെ തന്നെ നിങ്ങളുടെ എൽറോഡിന് നീളം കുറവുണ്ടെങ്കിൽ അഡീഷണൽ ലിവറേജിനായി ഒരു മെറ്റൽ പൈപ്പോ മറ്റോ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. 4 സ്റ്റഡ് നട്ടുകളും ഊരിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രിവൺ സ്പ്രോക്കറ്റ് ഇതുപോലെ പൊക്കി ഊരിയെടുക്കാവുന്നതാണ്. നിങ്ങളുടെ 2 വീലർ ഏത് തന്നെയായാലും എപ്പോഴും ഒറിജിനൽ പാർട്സ് അഥവാ ജെന്യുവിൻ എക്യുപ്മെന്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 715 രൂപയാണ് ഹീറോയുടെ ഒറിജിനൽ ഡ്രൈവ് ചെയിനും സ്പ്രോക്കറ്റിനും വില വരുന്നത്. 2 സ്പ്രോക്കറ്റുകളും ഡ്രൈവ് ചെയിനുമാണ് ഈ പാക്കിങ്ങിൽ ഉണ്ടാവുക. ആദ്യം തന്നെ ഏറ്റവും വലിയ സ്പ്രോക്കറ്റ് അഥവാ ഡ്രിവൺ സ്പ്രോക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഈ കാണുന്ന കട്ടിങ് മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് 4 സ്റ്റഡ് നട്ടുകളും തിരികെ ഇടണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഈ നട്ട് ടൈറ്റ് ചെയ്താൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയഗണലിൽ വരുന്ന നട്ട് ടൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഈ നട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം അതിന് നേരെ ഓപ്പോസിറ്റ് ഡയഗണലിൽ വരുന്ന നട്ട് ഇത് ടൈറ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. ഇതുപോലെ 4 നട്ടുകളും അത്യാവശ്യം നല്ല ടോർക്കിൽ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഡ്രിവൺ സ്പ്രോക്കറ്റ് അസംബ്ലി തിരികെ വെച്ച് ഫിക്സ് ചെയ്യണം. ചെയിൻ അഡ്ജസ്റ്ററിന്റെ ഈ ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്. ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് ചെയിൻ അഡ്ജസ്റ്റർ ഇടുമ്പോൾ വരേണ്ടത്. അതിനുശേഷം സ്ലീവ് ആക്സിൽ അഥവാ ഹാഫ് ആക്സിലിന്റെ 23 മില്ലിമീറ്റർ നട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. പൂർണ്ണമായും ഇപ്പോൾ ടൈറ്റ് ചെയ്യേണ്ടതില്ല. അതിനുശേഷം ഔട്ട്പുട്ട് ഷാഫ്റ്റ് അഥവാ സ്പ്രോക്കറ്റ് ഷാഫ്റ്റിൽ വരുന്ന ചെറിയ ഡ്രൈവർ സ്പ്രോക്കറ്റ് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കാം. ഡ്രൈവർ സ്പ്രോക്കറ്റ് ഫിക്സ് ചെയ്യാനുള്ള ലോക്ക് ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഫ്ലാറ്റും ഈ ഭാഗത്തിന്റെ എഡ്ജ് ഭാഗം ഒരല്പം കർവിഡുമാണ്. എഡ്ജ് കർവിഡായിരിക്കുന്ന ഭാഗം പുറത്തു വരുന്ന രീതിയിൽ, അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഭാഗം അകത്ത് വരുന്ന രീതിയിൽ വേണം ഇതിടുമ്പോൾ വരേണ്ടത്. ബോൾട്ട് ഇടേണ്ട ഹോൾ പ്രോപ്പറായി അലൈൻ ചെയ്തതിന് ശേഷം നമുക്ക് 2 10 മില്ലിമീറ്റർ ബോൾട്ട് ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. $10 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ സ്പ്രോക്കറ്റ് ഷാഫ്റ്റ് കറങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ വണ്ടി ഗിയറിലിട്ട് ടൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പൂർണ്ണമായും ടൈറ്റ് ചെയ്തതിന് ശേഷം തിരികെ ന്യൂട്രൽ ഗിയറിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഡ്രൈവ് ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഡ്രൈവ് ചെയിൻ്റെ ഈ ലോക്ക് ഒരല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരു പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ ഊരിയെടുക്കാം. അതിനുശേഷം ഡ്രൈവ് ചെയിൻ 2 സ്പ്രോക്കറ്റിലൂടെയും നമുക്ക് കോർത്തെടുത്ത് വയ്ക്കാം. ഡ്രൈവ് ചെയിൻ്റെ 2 എഡ്ജ് ഭാഗങ്ങളും ഇതുപോലെ കോർത്ത് വെച്ചതിന് ശേഷം നമുക്ക് മെല്ലെ കറക്കി മുകളിലേക്ക് ഈ ഭാഗം കൊണ്ടുവരണം. അതിനുശേഷം ഇന്നർ ലോക്ക് പ്ലേറ്റ് നമുക്ക് ഫിക്സ് ചെയ്ത് കയറ്റാം. ലോക്ക് പ്ലേറ്റിന്റെ ഔട്ടർ പോർഷൻ ഇടുമ്പോൾ ഇതുപോലെ ഓപ്പൺ ഭാഗം വലതുവശത്ത് വരുന്ന രീതിയിൽ വേണം ഇടേണ്ടത്. ആദ്യം തന്നെ മിഡിൽ പോർഷൻ ഇതുപോലെ കടത്തിയതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് ഇടാൻ വളരെ എളുപ്പമുണ്ടാവും. ഒരു പ്ലെയർ എടുത്ത് അതിൻ്റെ ഈ കാണുന്ന ഭാഗം പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഇവിടെയും പ്ലെയറിൻ്റെ ഈ ഭാഗം ലോക്കിൻ്റെ എഡ്ജിലും വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് വളരെ എളുപ്പത്തിൽ ഇടാവുന്നതാണ്. പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ 4 ഭാഗം ഡാംബർ ബുഷിൻ്റെ ഈ 4 സ്ലോട്ടിനുള്ളിൽ വരുന്ന രീതിയിലാണ് നമുക്ക് വീലിടുമ്പോൾ വരേണ്ടത്. ബ്രേക്ക് ഷൂ ബ്രേക്ക് പാനൽ അസംബ്ലി വീലിൻ്റെ വലതുഭാഗത്ത് വെച്ചതിന് ശേഷം നമുക്ക് വീൽ ആക്സിലിൽ ഒരല്പം എഞ്ചിൻ ഓയിലോ ഗ്രീസോ ഇതുപോലെ പുരട്ടി കൊടുക്കാം. വീൽ ആക്സിൽ ഒരല്പം അകത്തേക്ക് കടത്തി വെച്ചതിന് ശേഷം നമുക്ക് ബ്രേക്ക് പാനൽ ബ്രേക്ക് ഷൂ അസംബ്ലിയും വീലും ഇതുപോലെ പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് വെക്കാം.
അതിനുശേഷം ആക്സിലിൽ മെല്ലെ ഇതുപോലെ തട്ടിക്കൊടുത്തുകൊണ്ട് ഒരല്പം കൂടി ഉള്ളിലേക്ക് നമുക്ക് കടത്തിവിടാം. ഈ കാണുന്ന മെറ്റൽ ബുഷ് ബ്രേക്ക് പാനലിന് ശേഷം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാനുണ്ട്. ബുഷ് ഇതുപോലെ വെച്ചതിന് ശേഷം ആക്സിലിൽ നന്നായി തട്ടിക്കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുഷിനുള്ളിലൂടെ ആക്സിൽ ഇതുപോലെ കടന്നു വരുന്നതാണ്. ചെയിൻ അഡ്ജസ്റ്ററിൻ്റെ ഈ കാണുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഇനി ഇത് ഫിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം 19 മില്ലിമീറ്ററിൻ്റെ വീൽ ആക്സിൽ നട്ട് നമുക്ക് ജസ്റ്റ് എന്നിട്ട് ചെറുതായി ടൈറ്റ് ചെയ്ത് വെക്കാം. പൂർണ്ണമായും നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് പാനലിലേക്ക് ടോർക്ക് ലിങ്ക് റോഡ് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും ആദ്യം ഊരി വെച്ച വാഷർ നമുക്ക് തിരികെ ഇടണം. അതിനുശേഷം 12 മില്ലിമീറ്ററിൻ്റെ നട്ടിട്ട് ഒരു സ്പാനർ ഉപയോഗിച്ച് പൂർണ്ണമായും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ബ്രേക്ക് റോഡ് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് നട്ടും ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ചെയിൻ കവറിൻ്റെ താഴെയും മുകളിൽ വരുന്ന 2 പോർഷനുകൾ തിരികെ വെച്ചതിന് ശേഷം 4 10 മില്ലിമീറ്റർ ബോൾട്ട് തിരികെ ഇട്ട് ഒരു ടീ സ്പാനർ ഉപയോഗിച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. താഴെ വരുന്ന 8 മില്ലിമീറ്റർ ബോൾട്ട് തിരികെ വെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈവർ സ്പ്രോക്കറ്റിൻ്റെ കവറിങ് ഇതുപോലെ വെച്ച് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് വരുന്ന 8 മില്ലിമീറ്റർ ബോൾട്ടും തിരികെ ഇട്ടതിന് ശേഷം ഒരു 8 മില്ലിമീറ്റർ ടീ സ്പാനർ ഉപയോഗിച്ച് ഈ സ്പ്രോക്കറ്റ് കവർ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഡ്രൈവ് ചെയിൻ്റെ ഫ്രീ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വളരെ ലളിതമായൊരു മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. ചെയിൻ അഡ്ജസ്റ്ററിൽ ഈ ഭാഗത്ത് എത്ര ടേൺ ആണോ തിരിക്കുന്നത് അത്രയും തന്നെ ടേൺ വലത് ഭാഗത്തെ ചെയിൻ അഡ്ജസ്റ്ററിൽ നമുക്ക് തിരിച്ചു കൊടുക്കണം. എത്രത്തോളം ഫ്രീ പ്ലേ വേണമെന്നുള്ള കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വണ്ടിയുടെ കേസിൽ ഇവിടെ 25 മില്ലിമീറ്റർ ഫ്രീ പ്ലേ വേണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ചെയിൻ അഡ്ജസ്റ്ററിലെ മാർക്കിംഗ് നോക്കി ചെയിൻ്റെ ഫ്രീ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡുണ്ട്. അത് പിന്നീട് ഒരിക്കൽ പറയാം. ഏതൊരു തുടക്കക്കാരനും ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ മെത്തേഡാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ചെയിൻ അഡ്ജസ്റ്റിംഗ് പൂർത്തിയായതുകൊണ്ട് നമുക്ക് 23 മില്ലിമീറ്റർ സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് ഹാഫ് ആക്സിലിനിട്ട് പൂർണ്ണമായും ടൈറ്റ് ചെയ്യാം. അതിനുശേഷം 19 മില്ലിമീറ്റർ റിംഗ് സ്പാനർ ഉപയോഗിച്ച് വീൽ ആക്സിലിനിട്ട് പൂർണ്ണമായി ടൈറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് ഇട്ട് ആവശ്യത്തിന് ടൈറ്റ് ചെയ്തതിന് ശേഷം ചെയിൻ ഹോൾ ക്യാപ്പ് തിരികെ ഇട്ട് കഴിഞ്ഞാൽ ചെയിൻ സ്പ്രോക്കറ്റ് റീപ്ലേസ്മെന്റ് പ്രോസസ് കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്